ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കുഞ്ഞു ഡേ ആണ്. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. ഞാൻ നേരത്തെ എണീറ്റ് ചായ കുടിക്കുന്നതാണ്. ഇന്നിപ്പോൾ പാല് വരാൻ വൈകിയത് കാരണം ചായ കുടിക്കുന്ന ടൈമും വൈകി. അത് കാരണം കൊണ്ടാണ് അടുക്കളയിലേക്ക് ഇങ്ങനെ വെയിലൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ വെയിൽ നമ്മുടെ ഹാളിലേക്ക് നല്ലോണം അടിക്കും. അത് കാരണം എൻ്റെ ബേബിയെ ഞാൻ പായ വിരിച്ചിട്ട് നിലത്ത് കടത്തിയിരിക്കുകയാണ്. കുറച്ച് വെയിലൊക്കെ കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട്. മുറ്റമൊന്നും അടിച്ചിട്ടില്ല. ചായ കുടിച്ച ശേഷം മുറ്റത്തേക്കിലൊക്കെ എത്തി നോക്കുള്ളൂ. അപ്പം മുറ്റത്ത് നല്ല ഇലകളൊക്കെ കിടക്കുന്നുണ്ട്. മുറ്റം നേരത്തെ അടിക്കണതാണ്. പിന്നെ പോയി മുറ്റമൊക്കെ അടിച്ച് കുറച്ച് തുണി അയലത്ത് വിരിക്കാനുണ്ടായിരുന്നു. അതും വിരിച്ച് ഒരു കോഴിയമ്മ മെല്ലെ നടന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മോൾക്ക് കുറുക്കും എല്ലാം കൊടുത്ത് കുട്ടീനെ തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. എൻ്റെ വലിയ മോൾക്ക് കൊച്ചു ടി വിയാണ്. രാവിലെ എണീറ്റപാടെ കൊച്ചു ടി വി ഇരുന്ന് കാണാനിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇക്കയും കൂടെ ചേർന്ന് കൊച്ചു ടി വി നോക്കുകയാണ്. പക്ഷേ എൻ്റെ മോളെക്കാളും ശ്രദ്ധിക്കുന്നത് എൻ്റെ ഇക്കയാണ്. രാവിലത്തെ പണി ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ചു. പിന്നെ നമുക്ക് വെള്ളം വേണം. വെള്ളം നമ്മുടെ പൊതുപൈപ്പാണ്, വീട്ടിൻ്റെ വെളിയിലാണ്. ഒരു ഓസ് ഇട്ടിട്ടാണ് പിടിക്കൽ. ഓസ് അടുക്കളയിൽ ഒരു ഡ്രമ്മിൽ വെള്ളം നിറച്ച് വയ്ക്കുക ചെയ്യാറുള്ളത്. 2 ഓസുണ്ട് പൈപ്പിൻ്റെ അവിടെ. ഈ ഗ്രീൻ കളർ നമുക്ക് ബാത്റൂമിലേക്കുള്ളതും ഈ വര നമുക്ക് അടുക്കളയ്ക്കുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഗ്രീൻ കളർ അഴിച്ചിട്ട് നമ്മൾ ഈ വര ഓസ് നേരെ അടുക്കളയ്ക്ക് ഡ്രമ്മിലേക്ക് തന്നെ വെള്ളം വീഴും. പിന്നെ തിരിച്ചകത്തേക്ക് കയറുമ്പോൾ വിരിച്ചിട്ട തുണിയിലെ കുട്ടീൻ്റെ ഒരു പനി നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഉണക്കായിട്ടിട്ട് തിരിച്ചകത്ത് പോയി. അത് നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിൽ തുണി ഇട്ടിട്ടുണ്ട്. ഡ്രമ്മിൽ നിന്ന് ഓസെടുത്ത് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷേ നമ്മുടെ കുഞ്ഞു വീടായതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ ചാനലിൽ പങ്കുവയ്ക്കുന്നത്. കുറച്ച് അധികമൊക്കെ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. കുട്ടീൻ്റെ കൂടുതലും കയ്യിലാണ് തിരുമ്പുക. പക്ഷേ എനിക്ക് തീരെ സുഖമില്ല, ജലദോഷവും ചുമയും കാരണം കൊണ്ട് ഞാനത് വാഷിംഗ് മെഷീനിലിട്ട് റെഡിയാക്കി. പിന്നെ അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു ബേബി എണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ 2ാം പ്രാവശ്യം കിടത്തി ഉറക്കി. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകാനിട്ടിട്ട് വരുമ്പോൾ ഉപ്പയും മോളും കൂടെ ടി വി കാണുന്നു. പിന്നെ ജലദോഷം ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതി. കാരണം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും വരുമല്ലോ. അപ്പോൾ അത് കരുതി വേഗം ഹോസ്പിറ്റലിലേക്ക് കുട്ടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറെ കാണാനും തിരക്ക്, ഡോക്ടർ എടുക്കുന്നവരും തിരക്കില്ല, ഡോക്ടറെ കാണാനും തിരക്ക്. പക്ഷേ മെഡിസിൻ മേടിക്കുന്നവിടെ 1 മണിക്കൂർ ടൈം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ കൂടാരം പോലെ ഇരിക്കുന്നു. അതിൽ എൻ്റെ ശേഷം നല്ല 1 മണിക്കൂറോളം ക്യൂ നിന്ന കാരണം കൊണ്ട് ഒരു ചായയും ചിക്കൻ റോളും കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ വേഗം കുട്ടീനെ അവിടെ കിടത്തി ഫാനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വരുമ്പോൾ കുറച്ച് ചെതലൊക്കെ ഇങ്ങനെ വീണ് കിടക്കണം നിലത്ത്. ഒക്കെ അവിടെ